ഹായ് എവരിബഡി. ഇന്ന് നമ്മൾ പറയുന്നത് നമ്പർ സിസ്റ്റംസിനെ കുറിച്ച് ഒരു ഐഡിയ തരാം. എന്താണ് നമ്പർ സിസ്റ്റം? നമ്മുടെ യഥാർത്ഥത്തിൽ പലരും നമ്പേഴ്സുകൾ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ നമ്പർ സിസ്റ്റത്തെ കുറിച്ച് പലപ്പോഴും ഒരു വ്യക്തമായ ധാരണ ഇല്ലാതെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അതിന്റെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ഉണ്ട്. ആ ഓർഡർ എന്താണെന്ന് നമുക്ക് അറിഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ചു വന്നത് അതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും പലർക്കും ഇവൻ നമ്മൾ ഇത്തിരി മുതിർന്ന് ഹയർ ലെവലിൽ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും പലപ്പോഴും ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് അവർക്ക് വളരെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതും ഈ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു 9ാം സ്റ്റാൻഡേർഡ് മുതൽ ഇങ്ങോട്ട് നമുക്ക് നമ്പർ സിസ്റ്റംസ് ഏകദേശം നമ്മൾ കവറായി കഴിഞ്ഞു. ആ കവറായി കഴിഞ്ഞ നമ്പർ സിസ്റ്റംസിന് നമുക്കൊന്ന് ഓർഡറാക്കി നമ്മൾ പഠിച്ചു വെച്ചേക്കും. അതിനുവേണ്ടിയാണ് ഈ ക്ലാസ്. ആദ്യത്തെ നമ്പർ സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ആദ്യത്തെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അംഗൻവാടി നമ്മളിപ്പോൾ ഒരു അക്ഷരം എഴുതി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കൊണ്ടു ചേർക്കുന്നത് ഒന്നുകിൽ ഏതെങ്കിലും നഴ്സറിയിലോ അല്ലെങ്കിൽ ഒരു അംഗൻവാടിയിലോ ഒക്കെ ആയിരിക്കും. അവിടെ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് എണ്ണാനാണ് പഠിപ്പിക്കുന്നത്, അല്ലെ? ഇത്ര വെച്ച് എണ്ണാനായിരിക്കും പഠിപ്പിക്കുന്നത്. 1, 2, 3, 4, 5 അങ്ങനെ ആയിരിക്കും നമ്മൾ എണ്ണാനാണ് നമുക്ക് ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഇപ്പൊ പഠിക്കാൻ പോകുന്നവർ തന്നെ അത് പഠിക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാവരും പഠിച്ചിരിക്കുന്ന ഒരു നമ്പർ സിസ്റ്റം. ആ എല്ലാവരും പഠിച്ചിരിക്കുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റം. നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് വിളിക്കും. കൗണ്ടിങ് നമ്പേഴ്സ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് എണ്ണൽ സംഖ്യ. That is the numbers which used for counting. കൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ എണ്ണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കൗണ്ടിങ് നമ്പേഴ്സ് ഓർ നാച്ചുറൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും. ഓക്കെ, ഈ എണ്ണൽ സംഖ്യകളെ എല്ലാത്തിനെയും നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ഉണ്ട്. അത് എൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ വെച്ച് നമ്മൾ ഈ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്തുള്ള ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, എൻ ഫോർ നാച്ചുറൽ അങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്കറിയാതെ ആരാണ്? നമുക്കറിയാം നമ്മൾ എണ്ണ ഉപയോഗിക്കുന്ന 1, 2, 3, 4 എക്സെട്ര. ഇതാണ് എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ മുന്നോട്ട് പഠിക്കാൻ നേരത്ത് നമ്മൾ ഈ എണ്ണാനൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഒരു കാര്യം പഠിക്കും. നമ്മൾ സീറോയെ കുറിച്ച് പഠിക്കും, അല്ലെ? സീറോ ഇത് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയും സീറോ എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മൾ ഈ എണ്ണൽ സംഖ്യകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? സീറോ എന്ന് പറയുന്ന നമ്പറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സീറോ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻവെന്റഡ് ബൈ ഇന്ത്യൻസ്. നമ്മൾ ഇന്ത്യൻസ് ആണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. സീറോ എന്ന് പറയുന്ന ആ വാല്യൂവിന് നമ്മൾ പറയാറുണ്ട് സീറോ എന്ന് പറയുന്ന വാല്യൂവിന് ഒരു വാല്യൂ ഇല്ലെങ്കിൽ കൂടിയും അത് മറ്റു പലരോടും കൂടി ചേരുമ്പോൾ അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് മാറും. അപ്പൊ സീറോ നമുക്ക് എങ്ങനെ മോശമായിട്ട് കാണാനൊക്കത്തില്ല. പക്ഷെ സീറോയുടെ വാല്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്നുള്ള വാല്യൂ ആയി. പക്ഷെ ഈ ഒന്നുമില്ലാത്തത് മറ്റു പലരോടായിട്ട് ചേരുമ്പോൾ വലിയ വലിയ വാല്യൂസ് ആയിട്ട് മാറും, അല്ലെ? 100, 1000, 10,000, ലാക്ക്, ക്രോർ എന്നൊക്കെ പറയുന്നതിനകത്ത് ഈ സീറോസ് എന്ന് പറയുന്നത് 1നോട് ചേരുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ? അപ്പോൾ ആ കാണുന്നത് സീറോ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ പിന്നെ പഠിക്കുന്നത്. അതായത് ഒന്നുമില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാല്യൂ ഇല്ലാത്തതിനെയാണ് നമ്മൾ സീറോ എന്ന് പറയുന്നത്.
ആ വാല്യൂ ഇല്ലാത്ത ആ നമ്പർ കൂടി ചേരുമ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചു തുടങ്ങും. ഇറ്റ് ഈസ് നോൺ ആസ് ഹോൾ നമ്പേഴ്സ്. ഇതാണ് ഹോൾ നമ്പേഴ്സ്. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോറി, ഇതിന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കും. അഖണ്ഡ സംഖ്യ. നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് W കൊണ്ട് തന്നെ നമ്മൾ ഡിനോട്ട് ചെയ്യും. ഹോൾ നമ്പേഴ്സ്, ഹോളിലെ W പുറത്ത് വെച്ചിരുന്നാൽ മതി. അതായത് അതെന്ന് പറയുന്ന നമ്പർ സിസ്റ്റം ആരാണ്? 0, 1, 2, 3, 4, etc. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്പേഴ്സ് നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ നമ്മൾ ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് വരെ നമ്മൾ പഠിക്കും, അല്ലെ? അപ്പൊ നമുക്ക് അതിന്റെ ഭാഗത്ത് എന്താണ് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറയുന്ന കുറെ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യും. ഇനി ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മളൊരു പുതിയൊരു നമ്പർ സിസ്റ്റത്തിനകത്തോട്ട് നമ്മൾ വരും. നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് അവിടെയാണ്. എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ്? അവിടെ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് നമ്പേഴ്സും പിന്നെ പോസിറ്റീവ് അല്ലാത്ത നമ്പേഴ്സുകളെ നെഗറ്റീവ് നമ്പേഴ്സ് അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. സം നമ്പേഴ്സ് ആർ പോസിറ്റീവ് ആൻഡ് the numbers which are not positive are known as negative numbers. പോസിറ്റീവ് അല്ലാത്ത നമ്പേഴ്സ്, അതായത് അതിസംഖ്യകളെന്നും ന്യൂനസംഖ്യകളെന്നും. അതിസംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് നമ്പേഴ്സ്, ന്യൂനസംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ അതിസംഖ്യകളായത് പോസിറ്റീവ് നമ്പേഴ്സും പിന്നെ നെഗറ്റീവ് നമ്പേഴ്സും, ആ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സുകളും ചേർന്നുകൊണ്ടുള്ള ഒരു നമ്പർ സിസ്റ്റം. അപ്പൊ അതിനകത്ത് നമ്മൾ പറയുന്നത് പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് എന്താണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് കാട്ടി കൂടുതലായിട്ടുള്ള നമ്പേഴ്സുകളെ നമ്മൾ വിളിക്കും പോസിറ്റീവ് നമ്പേഴ്സ്. അതായത് 1, 2, 3, 4 എക്സെട്ര. അതായത് 0യുടെ റൈറ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സ് 1, 2, 3, 4 എക്സെട്ര. അപ്പൊ ആ നാച്ചുറൽ നമ്പേഴ്സ്. ഇനി 0ക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്ന, അതായത് ലെഫ്റ്റ് സൈഡിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് കാട്ടി കുറവായിട്ടുള്ള, അതായത് 0 എന്ന് പറയുന്ന വാല്യൂ എന്ന് കാട്ടി കുറവായിട്ടുള്ള, നമ്മൾ പറയുന്നത് 0 ഒന്നുമില്ലാത്ത വാല്യൂ, പക്ഷെ അതിനും കുറഞ്ഞ വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെയുള്ള വാല്യൂസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ എന്ന് വിളിക്കും. ആ ന്യൂനസംഖ്യകൾ എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്പേഴ്സിന്റെ, അതായത് അതിസംഖ്യകളുടെ പ്ലേസിൽ നമ്മൾ ഒരു മൈനസും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിസംഖ്യയുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മൈനസും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാണുന്ന നമ്പേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് വിളിക്കും. But negative numbers are numbers which are less than 0. Numbers which are less than 0 are called negative numbers. Numbers which are greater than 0 are called positive numbers. Okay. Negative numbers is denoted by നമ്മളതാ -1, -2, -3 ആയതും 1 into 1, 2 into 3 into 4 ന്റെ കൂടെ നമ്മളൊരു മൈനസും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാണുന്ന അതായത് 0യും ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സ്, അതായത് നമ്മളെ +1, +2, +3, +4 എക്സെട്ര. ഇങ്ങോട്ട് -1, -2, -3, -4 എക്സെട്ര. ഓക്കെ. ഈ കാണുന്ന നമ്പർ സിസ്റ്റം, അതായത് ഇതെന്ന് പറയുന്നത് +1, +2, +3, +4 എക്സെട്ര എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. ഓക്കെ. നമ്മളൊരു പ്ലസ് എന്ന് പറയുന്ന സിമ്പിളോട് കൊടുക്കും, അത് കൊടുത്തില്ലെങ്കിൽ എന്ത് തന്നെയാണ്, ഒരു നമ്പറിന് പ്രത്യേകിച്ച് മൈനസ് സിമ്പിൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഇറ്റ് ഷോസ് എ പോസിറ്റീവ് നമ്പർ, അതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പൊ ഒരു പോസിറ്റീവ് നാച്ചുറൽ നമ്പറും പിന്നെ അവയുടെ നെഗറ്റീവും, പോസിറ്റീവ് നാച്ചുറൽ നമ്പറും പിന്നെ എന്താണ് അവയുടെ നെഗറ്റീവും പിന്നെ 0യും കൂടി ചേർന്നിട്ടുള്ള നമ്പർ സിസ്റ്റം, ആ നമ്പർ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൂന്നാമത്തെ നമ്പർ സിസ്റ്റം. ഇറ്റ് ഈസ് നോൺ ആസ് ഇന്റിജേഴ്സ്. ഓക്കെ. എന്താണ് ഇന്റിജേഴ്സ്? നമ്മളതിനെ മലയാളത്തിൽ നമ്മൾ വിളിക്കുന്ന പേര് പൂർണ്ണസംഖ്യകൾ എന്ന് വിളിക്കും. പൂർണ്ണസംഖ്യ. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് Z എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. Z. അല്ലാതെ ഇന്റിജേഴ്സ് കണ്ടുകൊണ്ട് നമ്മൾ ആരും ഒരിക്കലും എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല, I എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പാടില്ല. ഇറ്റ് ഡിനോട്ടഡ് ബൈ യൂസിങ് ദ ലെറ്റർ Z. ഓക്കെ. അപ്പൊ ഇന്റിജേഴ്സിന്റെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാട്ട് ആർ ഇന്റിജേഴ്സ് ചോദിക്കുകയാണെങ്കിൽ വി ഹാവ് ടു സേ the numbers that is the natural numbers, their negatives including 0. Okay. Natural numbers, their negatives including 0 are known as integers.
അപ്പൊ ഇവിടെ 0 കൂടുതലുള്ളതിനെ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്നും 0 കുറവുള്ളതിനെ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്നും പറഞ്ഞു വിളിച്ചു. അങ്ങനെയാണെങ്കിൽ 0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ് ആയിരിക്കും. നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. ഓക്കെ, പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത ഒറ്റ നമ്പർ മാത്രമേ ഉള്ളൂ, ഇറ്റ് ഈസ് 0. അപ്പം ഇന്റിജേഴ്സ് പറയുമ്പോൾ അവിടെ നമ്മൾ പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ദർ നെഗറ്റീവ്സ് ഇൻക്ലൂഡിംഗ് 0 ആർ നോൺ ആസ് ഇന്റിജേഴ്സ്. ഇനി നിങ്ങളൊരു കാര്യം കൂടി നോക്കുക. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോകും തോറും നമുക്ക് വാല്യൂ കൂടി 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 പോകും, ലെഫ്റ്റ് സൈഡിലോട്ട് വരും തോറും വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് 0 നിന്ന് കാട്ടി കുറഞ്ഞ വാല്യൂ ആണ് -1, -1 നിന്ന് കാട്ടി കുറഞ്ഞ വാല്യൂ ആണ് -2, -2 നിന്ന് കാട്ടി കുറഞ്ഞ വാല്യൂ ആണ് -3, -3 നിന്ന് കാട്ടി കുറഞ്ഞ വാല്യൂ ആണ് -4. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതിനകത്ത് നാച്ചുറൽ നമ്പേഴ്സും നെഗറ്റീവ്സും 0 കൂടി ചേരുന്ന ഈ നമ്പർ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഇന്റിജേഴ്സ് എന്ന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇന്റിജേഴ്സിന്റെ ഓപ്പറേഷൻസ് നമ്മൾ പഠിക്കും. അതായത് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും കൂടി ആഡ് ചെയ്യുന്നതിനും മൾട്ടിപ്ലൈ ചെയ്യുന്നതിനും സബ്ട്രാക്ട് ചെയ്യുന്നതിനും ഡിവൈഡ് ചെയ്യുന്നതിനും ഒക്കെ ഉള്ള റൂൾസുകളും കാര്യങ്ങളും ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്പർ സിസ്റ്റമാണ് റാഷണൽ നമ്പേഴ്സ്, അല്ലെന്നുണ്ടെങ്കിൽ ഭിന്നകങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ, എന്താണ് റാഷണൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഭിന്നകങ്ങൾ എന്ന് പറയും. ഓക്കെ, അപ്പം ഭിന്നകങ്ങൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ മനസ്സിൽ ആദ്യം വരുന്ന ഭിന്നസംഖ്യകൾ തന്നെയാണ്. അല്ലെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഫ്രാക്ഷൻസ് എന്ന് നമ്മൾ പറയും. ഏകദേശം അതേ രൂപത്തിലുള്ള സാധനം തന്നെയാണ് എന്നൊന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. പക്ഷെ ഇത് ഇത്തിരി വൈഡ് ആയിട്ടുള്ള സംഗതി കൂടിയാണ്. എന്താണ് റാഷണൽ നമ്പേഴ്സ്? നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാൻ കഴിയുന്ന ഏത് നമ്പേഴ്സ്, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഫോമിൽ എഴുതാൻ കഴിയുന്ന ഏത് നമ്പേഴ്സ്. ഇനി ഇതിലൂടെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിലൂടെ നമ്മളൊന്ന് സ്റ്റാൻഡേർഡ് ആക്കി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് numbers of the form p by q, numbers of the form p by q എന്ന് പറയുന്ന രൂപത്തിൽ എഴുതാൻ കഴിയുന്ന നമ്പേഴ്സുകളാണ് ഭിന്നകങ്ങൾ അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ്. നമ്പേഴ്സ് ഓഫ് ദ ഫോം p by q where അവിടെ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് where p and q are integers. അവിടെ പിയും ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റിജേഴ്സ് ആയിരിക്കും. വേർ പി ആൻഡ് ക്യൂ ആർ ഇന്റിജേഴ്സ്. അപ്പൊ നമുക്കിവിടെ പി ബൈ ക്യൂ എന്ന് പറയുന്ന രൂപത്തിൽ എഴുതാൻ കഴിയുന്ന നമ്പേഴ്സുകളാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് പിയും ക്യൂവും എന്തായിരിക്കണം? ഇന്റിജേഴ്സ് ആയിരിക്കും. ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു നമ്പർ സിസ്റ്റം 1 2 3 4 എക്സെട്ര 0 -1 -2 -3 എക്സെട്ര. ഈ കാണുന്നതിനകത്ത് ഏത് വേണമെങ്കിലും പിയും ക്യൂ ആവും. പക്ഷെ ഒരു കണ്ടീഷൻ കൂടി അവിടെ അഡീഷണൽ ഉണ്ട്. വേർ പി ആൻഡ് ക്യൂ ആർ ഇന്റിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. ക്യൂ ഒരിക്കലും 0 ആവാൻ പാടില്ല. അതായത് നമുക്ക് മനസ്സിലായി, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് പി ബൈ ക്യൂ എന്ന് പറയുന്ന രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. പി ബൈ ക്യൂ എന്ന് പറയുന്ന രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ മോഡലാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? 0 ആവാൻ പാടില്ല. 0 എന്ന് പറയുന്ന ഇന്റിജർ ആവാൻ പാടില്ല. ബട്ട് ന്യൂമറേറ്റർ ക്യാൻ ബി 0. ന്യൂമറേറ്റർ എന്താവാം? 0 ആവാം, നോ ഇഷ്യൂ. പക്ഷെ ഡിനോമിനേറ്റർ ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സുകൾ എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. അതാണ് റാഷണൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ ഭിന്നകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഭിന്നകത്തിന് എന്തുണ്ടായിരിക്കും? ഒരു ന്യൂമറേറ്റർ അംശമുണ്ടായിരിക്കും, ഒരു ഡിനോമിനേറ്റർ ഛേദം ഉണ്ടായിരിക്കും. ആ ഛേദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഈ അംശവും ഛേദവും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എപ്പോഴും എന്തായിരിക്കണം? ഇന്റിജേഴ്സ് ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we can say that all these type of numbers are rational numbers. ഓക്കെ, ഇനി ഇതിനകത്ത് വേറെ ഒരു കണ്ടീഷൻസ് ഉണ്ട്. ഈ റാഷണൽ നമ്പേഴ്സ് ഞാൻ പറയുന്നു. ഇപ്പൊ ഞാൻ പറയുന്നു 4 ഇതൊരു ഇന്റിജർ. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് റാഷണൽ നമ്പർ ആണോ? ഓക്കെ, ഈ കാണുന്ന 4 എന്ന് പറയുന്നത് ഇന്റിജർ ഒരു റാഷണൽ നമ്പർ ആണോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ.
നോക്കാൻ നേരത്ത് നമ്മൾ നോക്കാൻ നേരത്ത് p/q ഫോമിലുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് അങ്ങനെ കൊണ്ട് വന്നൂടെ? വരാം. എങ്ങനെ ചെയ്യാം? 4/1 എന്ന് പറഞ്ഞു എഴുതിക്കൂടെ? അപ്പോൾ ഇതിപ്പോ എന്തായിട്ട് മാറി? p/q മോഡലായി, p/q അല്ലെ, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ മോഡലായി. അവിടെ p യും q എന്ന് പറയുന്നത് എന്താണ്? ഇന്റിജേഴ്സ് ആണ്. ആൻഡ് q എന്ന് പറയുന്ന 1 നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാണുന്ന നമ്പർ 4 എന്ന് പറയുന്ന നമ്മുടെ ഇന്റിജർ എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 4/1 എന്ന് പറഞ്ഞിട്ട് എഴുതി ഇതിനെ എങ്ങോട്ടാക്കി മാറ്റി എഴുതാം? റാഷണലിലോട്ട് ആക്കി മാറ്റി എഴുതാം. സോ ഇത് ഇന്റിജർ ആയിരുന്നു അല്ലെ? ഈ ഇന്റിജേഴ്സ് എല്ലാം എന്തായിട്ട് മാറി? റാഷണൽസ് ആയിട്ട് മാറി. അതായത് ഏതൊരു ഇന്റിജറിനെയും നമുക്ക് ബൈ 1 ഇട്ടുകൊണ്ട് എന്താക്കി മാറ്റി എഴുതാൻ നോക്കും? റാഷണൽ ഫോമിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കും. സോ നമുക്ക് അവിടെ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാം, എവരി ഇന്റിജർ ഈസ് റാഷണൽ. എല്ലാ ഇന്റിജറും എന്താണ്? റാഷണൽ ആയിരിക്കും. എല്ലാ ഇന്റിജേഴ്സും എന്താണ്? റാഷണൽ ആയിരിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ 0 എ റാഷണൽ? ഈ 0 എ റാഷണൽ? 0 എന്ന് പറയുന്നത് റാഷണൽ ആണോ? ആണ്. കാരണം നമ്മൾ ആൾറെഡി ഇപ്പം പറഞ്ഞു ഏതൊരു ഇന്റിജറും എന്താണ്? റാഷണൽ ആണ്. അപ്പോൾ ഈ 0 നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 0/any ക്വാണ്ടിറ്റി. അവിടെ നമുക്ക് 1 ഇടണോ നിർബന്ധമില്ല. 4 ഇടാം, 5 ഇടാം, 3 ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ 0 is equal to 0/any quantity. 0/any quantity is equal to 0. So 0 can be represented in the form p/q, where p and q are integers and q not equal to 0. ഇവിടെ താഴെ 0 മാത്രം കൊടുക്കാതിരുന്നാൽ മതി. ഡിനോമിനേറ്റർ 0 മാത്രം കൊടുക്കാതിരുന്നാൽ മതി. വേറെ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും വേറെ ഏത് ഇന്റിജർ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ കാണുന്ന 0 എന്ന് പറയുന്നതിനെ നമുക്ക് ഏത് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം? റാഷണൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് റാഷണൽ നമ്പർ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, റാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയാം. അപ്പൊ നമ്പേഴ്സ് ഓഫ് ദ ഫോം p/q, where p and q are integers and q not equal to 0. ഓക്കെ. അടുത്തത് അഞ്ചാമത്തെ നമ്പർ സിസ്റ്റം. അഞ്ചാമത്തെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭിന്നകങ്ങൾ. എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എന്താണ്? അഭിന്നകങ്ങൾ. അപ്പൊ എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭിന്നകങ്ങൾ? നമ്മൾ ഇതിന് തൊട്ട് മുമ്പേ പഠിച്ചത് ഭിന്നകങ്ങളാണ് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? അഭിന്നകങ്ങളാണ്. ഞാൻ ആദ്യം മലയാളത്തിൽ ഞാൻ ഈ കാര്യം പറയാം, എന്നിട്ട് അത് വെച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിലോട്ട് വരാം. നമുക്കറിയാം സത്യം എന്ന് പറയുന്ന ഒരു വാക്ക്. ആ വാക്കിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ കള്ളം അല്ലെങ്കിൽ നമ്മൾ പറയും അസത്യം എന്ന് പറയും അല്ലെ? അപ്പൊ അസത്യം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് സത്യമല്ലാത്തത് എന്തോ അതാണ് അസത്യം ആണ്. അപ്പോൾ നമുക്കിവിടെ അഭിന്നകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭിന്നകമല്ലാത്തത് എന്തോ അത് അഭിന്നകം. ഡെഫിനിഷൻ ആയി കഴിഞ്ഞു. ഭിന്നകങ്ങളല്ലാത്ത ഏതൊരു നമ്പറിനെയും നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? അഭിന്നകങ്ങൾ എന്ന് വിളിക്കാം. ഭിന്നകങ്ങളല്ലാത്ത ഏത് നമ്പറിനെയും നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? അഭിന്നകങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ അതിന് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് റാഷണൽ. ഭിന്നകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ. അപ്പൊ വിച്ച് ആർ നോട്ട് റാഷണൽ, റാഷണൽ അല്ലാത്ത ഏതൊരു നമ്പറിനെയും നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് റാഷണൽ. സച്ച് നമ്പേഴ്സ് ആർ കാൾഡ് ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭിന്നകങ്ങൾ. ഭിന്നകമല്ലാത്ത സംഖ്യ നമ്മൾ വിളിക്കുന്ന പേരാണ് അഭിന്നകം. ഇത് നമുക്ക് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് √2, √3, √5, √6, √7, √8, √10, √11, √12, √13, √14, √15, √17 etc. ഇതാണ് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ കഴിയുന്ന അഭിന്നകങ്ങൾ എന്ന് പറയുന്നത്. അതായത് പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ലാത്ത, ഞാൻ ഇവിടെ √1 എഴുതിയില്ല, കാരണം √1 എന്ന് പറയുന്നത് 1 ആണ്. അത് ഇന്റിജർ ആയിട്ട് മാറി. അങ്ങനെ അത് ഇന്റിജർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഭിന്നകമാക്കി മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് റാഷണൽ ആക്കി നമുക്ക് മാറ്റാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് √2 എന്ന് പറയുന്നത് √1 എന്ന് പറയുന്നത് എന്താണ്? ഇറാഷണൽ അല്ല, വിച്ച് ഇസ് നോട്ട് ഇറാഷണൽ. ദിസ് ഇസ് റാഷണൽ. ഓക്കെ. ആൻഡ് √2
ഇതിന് പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ല. പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടോ പെർഫെക്റ്റ് ക്യൂബ് റൂട്ടോ പെർഫെക്റ്റ് ഫോർത്ത് റൂട്ടോ പെർഫെക്റ്റ് ഫിഫ്ത് റൂട്ടോ ഇല്ലാത്ത എല്ലാ നമ്പേഴ്സുകളും നമുക്ക് ഏത് സെക്ഷനകത്ത് പെടുത്താൻ നോക്കും? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെക്ഷനകത്ത് പെടുത്താൻ നോക്കും. ഓക്കെ, ഇനി നമ്മൾ ചിലപ്പോൾ ഡെസിമൽ നമ്പേഴ്സുകൾ നമ്മൾ എഴുതാറുണ്ട്. ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി നമുക്കുണ്ട്. അതായത് ഈ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന റാഷണൽ നമ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഈ ഡെസിമൽ നമ്പേഴ്സുകളിൽ പലതും എന്തായിട്ട് മാറാറുണ്ട്? ഇറാഷണൽ നമ്പേഴ്സ് ആയിട്ട് മാറാറുണ്ട്. അതേ കണക്ക് തന്നെ ഡെസിമൽ നമ്പേഴ്സിൽ പലതും റാഷണൽ നമ്പേഴ്സ് ആയിട്ടും മാറാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡെസിമൽ നമ്പർ എങ്ങനെയാണ് അത് ഇറാഷണൽ അല്ലെങ്കിൽ റാഷണൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലോട്ട് മാറുന്നത് അതുകൂടി നമ്മൾ പഠിച്ചു വെച്ചേക്കും. ഇപ്പൊ ചിലപ്പോൾ ചില ഡെസിമൽ ഫോം നമ്മൾ എഴുതുമ്പോൾ നമ്മൾ കാണാറുണ്ട് 1.27272727 എക്സെട്ര ഇങ്ങനെ പോകുന്ന ഒരു കാര്യം. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട് =1.27 ഇട്ടിട്ട് നമ്മൾ മുകളിൽ ഒരു ബാർ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിന്റെ മീനിങ്, ഈ ബാറിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 27 എന്ന് പറയുന്ന ഈ ഡിജിറ്റ് ഈ ഓർഡറിൽ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. ഏത് 27 27 27 27 എക്സെട്ര ഈ ഓർഡറിൽ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ റിപ്പീറ്റ് ചെയ്ത് അവസാനിക്കാത്ത ഏത് നമ്പർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവസാനിക്കുന്ന നമ്പർ ഉണ്ടെങ്കിലും അതെല്ലാം ഏതിന്റെ സെക്ഷൻ വരുന്നതാണ്? ഇതെല്ലാം റാഷണൽ നമ്പേഴ്സിന്റെ സെക്ഷനകത്ത് വരുന്നത്. അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, നമ്പേഴ്സ് which are in the form of decimal number whose decimal part is repeating, terminating or non-terminating. അതായത് റിപ്പീറ്റിംഗ് ആയിരിക്കും, റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇനി ടെർമിനേറ്റിംഗ് ആയിരിക്കും, നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. ടെർമിനേറ്റിംഗ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും പറയാനത് എന്താണ്? ഡെസിമൽ നമ്പേഴ്സ്. ഈ ഡെസിമൽ നമ്പേഴ്സിനെല്ലാം എന്ത് തന്നെയാണ്? ഈ പറഞ്ഞ രീതിയിൽ റാഷണൽ നമ്പേഴ്സ് തന്നെയാണ്. അപ്പൊ റിപ്പീറ്റിംഗ് പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ്? റിപ്പീറ്റിംഗ് ആണ്. ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അത് എപ്പോഴും എന്താണ്? റാഷണൽ നമ്പേഴ്സ് തന്നെ. ഏത് ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽ ഫോമും റാഷണൽ നമ്പേഴ്സ് തന്നെയാണ്. അപ്പം നോൺ ടെർമിനേറ്റിംഗിനകത്ത് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഡെസിമൽ പാർട്ട് എന്ന് പറയുന്നത് റിപ്പീറ്റിംഗും നോൺ ടെർമിനേറ്റിംഗും ആണെന്നുണ്ടെങ്കിൽ അത് റാഷണൽ. ഇനി നോട്ട് റിപ്പീറ്റിംഗ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ, ഒരു പ്രത്യേക രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ആൻഡ് നോൺ ടെർമിനേറ്റിംഗ് ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, സച്ച് നമ്പേഴ്സ് ആർ ഇറാഷണൽ. അപ്പം നമുക്ക് ഇറാഷണൽ നമ്പേഴ്സിനകത്തുള്ള കണ്ടീഷൻ എന്ന് പറയുന്നതാണ് ഡെസിമൽ പാർട്ട്. ഓക്കെ, ഡെസിമൽ പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡെസിമൽ പാർട്ട് ഈസ് നോട്ട് റിപ്പീറ്റിംഗ് ഇൻ ഓർഡർ, നോട്ട് റിപ്പീറ്റിംഗ് ഇൻ ഓർഡർ ആൻഡ് നോട്ട് ടെർമിനേറ്റിംഗ്, നോട്ട് ടെർമിനേറ്റിംഗ്, നോട്ട് റിപ്പീറ്റിംഗ് ഇൻ ഓർഡർ ആൻഡ് നോട്ട് ടെർമിനേറ്റിംഗ്. അങ്ങനെയുള്ള വാല്യൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറാഷണൽ ആയിരിക്കും. ഇനി നമ്പേഴ്സ് എപ്പോഴെങ്കിലും അവസാനിക്കുന്നത്, റിപ്പീറ്റിംഗ് ആയിക്കോട്ടെ, എപ്പോഴെങ്കിലും അവസാനിക്കുന്നതാണെങ്കിൽ അതെപ്പോഴും റാഷണൽ തന്നെയാണ്. ഇനി റിപ്പീറ്റിംഗ് ആണ്, നോൺ ടെർമിനേറ്റിംഗ്, ഒരിക്കലും അവസാനിക്കുന്നില്ലെങ്കിലും അതെന്ത് തന്നെയാണ്? ഈ പറഞ്ഞ രീതിയിൽ റാഷണൽ തന്നെയാണ്. ഓക്കെ, ഇനി റിപ്പീറ്റ് ഒന്നും ചെയ്യുന്നില്ല, എങ്ങനെയോ എന്തെങ്കിലും ഓർഡറിൽ വന്നിരിക്കുന്നു, പക്ഷെ അവസാനിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, ഡെസിമൽ പാർട്ട് അവസാനിക്കുന്നതാണെങ്കിൽ അതെന്ത് തന്നെയാണ്? റാഷണൽ തന്നെയാണ്. അപ്പൊ റാഷണലിന്റെ ഡെസിമൽ ഫോം പറയുന്ന സമയത്ത് അതൊന്നുകിൽ നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കും. നോൺ റിപ്പീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അവസാനിക്കുന്നതായിരിക്കണം, ടെർമിനേറ്റിംഗ് ആയിരിക്കണം. ഇനി റിപ്പീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? അത് നോൺ ടെർമിനേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ, റിപ്പീറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗും ടെർമിനേറ്റിംഗും രണ്ടും എന്ത് തന്നെയാണ്? റാഷണൽ തന്നെയാണ്. പക്ഷെ ഇവിടെ വ്യത്യാസം വരുന്ന ഏതിന് മാത്രമേ ഉള്ളൂ? ഇറാഷണൽ നമ്പേഴ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇറാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ പാർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പർട്ടിക്കുലർ ഓർഡറിൽ റിപ്പീറ്റ് ചെയ്യത്തില്ല. മോർ ഓവർ അവിടെ ഒരിക്കലും അവസാനിക്കത്തുമില്ല. അങ്ങനെയുള്ള നമ്പേഴ്സുകളെല്ലാം ഇറാഷണൽ ആണ്, ഡെസിമൽ നമ്പേഴ്സ്.
ഇങ്ങനെ അല്ലാത്ത എല്ലാ നമ്പേഴ്സും അല്ലെങ്കിൽ ഡെസിമൽ ഫോമുള്ള നമ്പേഴ്സും എന്തായിട്ട് മാറും? റാഷണൽ നമ്പേഴ്സ് ആയിട്ട് മാറും. പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് പൈ സിക്വൽ നമുക്കറിയാം 3.14 എക്സെട്ര ഇങ്ങനെ പോയിരിക്കുന്ന വാല്യൂ ആണ്. നമ്മള് കാൽക്കുലേഷന്റെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ പലപ്പോഴും 3.14 യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു നമ്പറാണ് 22/7. ഇത് രണ്ടും ആരെ റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെയാണ്? പൈയെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ തന്നെയാണ്. ഓക്കെ, പക്ഷെ ഈ രണ്ട് വാല്യൂസുകളെയും നമ്മൾ ഒരിക്കലും എന്തായിട്ട് കൺസിഡർ ചെയ്തില്ല? റാഷണൽ ആയിട്ട് കൺസിഡർ ചെയ്തില്ല. ഈ 22 നമ്മൾ ചിലപ്പോൾ ചോദിക്കാം, നമുക്ക് 22/7 എന്ന് പറയുന്നത് PBQ ഫോമിലല്ലേ, അപ്പോൾ അത് റാഷണൽ അല്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ എറൈസ് ചെയ്യാം അവിടെ. പക്ഷേ 22/7 എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ കാൽക്കുലേഷന്റെ കൺവീനിയൻസിന് വേണ്ടി പൈയുടെ വാല്യൂ നമ്മൾ കൊടുക്കുന്നതാണ്. അല്ലാതെ ഒരിക്കലും എന്താണ് 22/7 എന്ന് പറയുന്ന പൈയുടെ ഒരു എക്സാക്ട് വാല്യൂ അല്ല. പക്ഷെ നമ്മൾ 3.14 എക്സെട്ര എന്ന് പറഞ്ഞിരുന്ന വാല്യൂവിനകത്ത് നമ്മൾ കാൽക്കുലേഷന് വേണ്ടി നമ്മൾ 3.14 മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ അല്ലെ. അപ്പോൾ ഈ കാണുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇറാഷണലായി? ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷനാണ്. ഇതിന്റെ ഡെസിമൽ ഫോം എഴുതുമ്പോൾ നമ്പേഴ്സ് ഡെസിമൽ പാർട്ടിനകത്തുള്ള നമ്പേഴ്സിന് ഒരു സ്പെസിഫിക് ഓർഡറിൽ റെപ്പറ്റീഷൻ ഇല്ല. കൂടാതെ അതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്, ഒരിക്കലും അവസാനിക്കുന്നില്ല. ഡെസിമൽ പാർട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിന് പ്രത്യേകിച്ച് ഒരു ഓർഡറിൽ റെപ്പറ്റീഷൻ ഇല്ലതാണ്. ഇവിടെ 1 വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, പക്ഷെ അതിന്റെ ഒരു പ്രത്യേക ഓർഡറിൽ ഇത്ര നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് 1 റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 4 റിപ്പീറ്റ് ചെയ്യുന്നത് ഇത്ര നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ്. അതിന് പ്രത്യേകിച്ച് ഓർഡർ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ കാണുന്ന പൈയുടെ വാല്യൂവിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഇറാഷണൽ നമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് റാഷണൽ. റാഷണൽ അല്ലാത്ത എല്ലാ നമ്പേഴ്സുകളെയും നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റിയൽ നമ്പേഴ്സുകളെ കുറിച്ച്. അതായത് നമ്മളൊരു 10ാം സ്റ്റാൻഡേർഡ് വരെ നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയ നമ്പർ സിസ്റ്റമാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ റിയൽ നമ്പർ സിസ്റ്റം. അപ്പോൾ എന്താണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? അപ്പൊ ഞാൻ പഠിച്ചു, നമ്മൾ എന്താണ് തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച സംഗതി എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നു. നാച്ചുറൽ നമ്പേഴ്സ്, പിന്നെ ഹോൾ നമ്പേഴ്സ്, പിന്നെ ഇൻഡിജേഴ്സ്, ദെൻ റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ ഈ റാഷണൽ നമ്പേഴ്സ് പറഞ്ഞ സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും. പറഞ്ഞു എല്ലാ ഇൻഡിജേഴ്സും, നിങ്ങൾ ഏത് ഇൻഡിജർ എടുത്തെഴുതി കഴിഞ്ഞാലും അതെല്ലാം എന്താണെന്ന് പറഞ്ഞു? റാഷണൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കണം, ഈ ഇൻഡിജേഴ്സ് എടുക്കുന്ന സമയത്ത് അവിടെ ആരൊക്കെ വന്നു കഴിഞ്ഞു? നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 എക്സെട്രയും വന്നു കഴിഞ്ഞു. ഇനി 0 1 2 3 എക്സെട്ര എന്ന് പറയുന്ന നമ്പർ സിസ്റ്റമായ ഏത് ഹോൾ നമ്പേഴ്സും വന്നു കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം പഠിക്കുമ്പോൾ അതിന് തൊട്ട് മുൻപേ ഉള്ള എല്ലാ നമ്പർ സിസ്റ്റംസും ഏതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഇൻഡിജേഴ്സിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് ആരാണ് നമ്മൾ പഠിച്ചു? എവരി ഇൻഡിജർ ഈസ് എ റാഷണൽ നമ്പർ. എല്ലാ ഇൻഡിജറും എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണെന്ന് പഠിച്ചു. അപ്പൊ റാഷണൽ നമ്പേഴ്സ് പഠിച്ചു തീർന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി അതിന് തൊട്ട് മുമ്പേ ഉള്ള എല്ലാ നമ്പർ സിസ്റ്റംസും എവിടെയുണ്ട്? റാഷണൽ നമ്പേഴ്സിനകത്തുണ്ട് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ രണ്ടാമത് പഠിച്ചത്, അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ചത് റാഷണൽ നമ്പേഴ്സ് നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് റാഷണൽ. നോട്ട് റാഷണൽ ആയിട്ടുള്ള, അതായത് റാഷണൽ അല്ലാത്ത നമ്പേഴ്സ്, അത് നമ്മൾ വിളിച്ച പേര് ഇറാഷണൽ. അപ്പൊ ഇപ്പൊ നമുക്ക് 2 പാർട്ടുകൾ മാത്രമേ ഉള്ളൂ, ഒന്ന് റാഷണൽ അല്ലെങ്കിൽ ഇറാഷണൽ. നമ്മൾ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും ഈ 2 കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളൂ. ഒന്നുകിൽ ആ നമ്പർ എന്ന് പറയുന്നത് റാഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് ഇറാഷണൽ ആയിരിക്കും, റാഷണൽ അല്ലാത്തതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നിരിക്കുന്ന ഒരു നമ്പർ സിസ്റ്റം, അതായത് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടി ചേർന്നിരിക്കുന്ന ഒരു നമ്പർ സിസ്റ്റം, ആ നമ്പർ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യും. നമ്പേഴ്സ് which are either rational or irrational. ഒന്നുകിൽ റാഷണൽ ആയിരിക്കണം അല്ലെങ്കിൽ ഇറാഷണൽ ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പേഴ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. അപ്പൊ നമ്പേഴ്സ് either rational or irrational. Either rational or irrational are called
ആർ കാൾഡ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ അല്ലെങ്കിൽ ഇറാഷണൽ ആയിട്ടുള്ള നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നാളും പഠിച്ചു വന്നിട്ടുള്ള എല്ലാ നമ്പർ സിസ്റ്റംസും ഏതിനകത്തുണ്ട്? റിയൽ നമ്പേഴ്സിനകത്തുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, ഇൻഡിജേഴ്സ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത ഇറാഷണൽ നമ്പേഴ്സും ഉണ്ട്. അതായത് നമ്മൾ 10ാം സ്റ്റാൻഡേർഡ് വരെ നമ്മൾ പഠിക്കുന്ന എല്ലാ നമ്പർ സിസ്റ്റംസും ഏതിനകത്ത് വന്നിട്ടുണ്ട്? റിയൽ നമ്പേഴ്സിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ റിയൽ നമ്പേഴ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് R എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇതിന്റെ മലയാളം വാക്കെന്ന് പറയുന്നത് രേഖീയ സംഖ്യകൾ എന്നാണ്. രേഖീയ സംഖ്യ. എന്തുകൊണ്ട് രേഖീയ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്? രേഖ, അതായത് ലൈൻ. നമുക്ക് ഈ നമ്പേഴ്സുകൾ എല്ലാത്തിനെയും നമുക്ക് ഒരു ലൈനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഒക്കും. അതായത് നമ്പേഴ്സുകൾ എന്ന് പറയുന്നത് ദേ ആർ ദ പോയിന്റ്സ് ഓൺ എ ലൈൻ. ഒരു ലൈനിലുള്ള പോയിന്റ്സുകളാണ് ആരെന്ന് പറയുന്നത്? ഈ പറഞ്ഞ രീതിയിൽ റിയൽ നമ്പേഴ്സുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ റിയൽ നമ്പേഴ്സുകളെ നമ്മൾ ഒരു ലൈനിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ആ ലൈനെ നമ്മളൊരു പേരിട്ട് വിളിക്കും റിയൽ നമ്പർ ലൈൻ. എന്താണ്? റിയൽ നമ്പർ ലൈൻ. അതായത് രേഖീയ സംഖ്യാരേഖ. രേഖീയ സംഖ്യാരേഖ. എന്താ രേഖീയ സംഖ്യാരേഖ വരയ്ക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എപ്പോഴും ഇതിനകത്ത് ഡിനോട്ട് ചെയ്യുന്ന പോയിന്റ്സുകൾ അല്ലെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ്സുകൾ നമ്മൾ ഇൻഡിജേഴ്സ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിനിടയ്ക്കായിരിക്കും നമ്മൾ ബാക്കിയുള്ള നമ്പേഴ്സുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ ഇൻഡിജേഴ്സ് പറയുമ്പോൾ നമ്മൾ ആദ്യം 0 കൊടുക്കണം. എന്നിട്ട് ഒരു ഫിക്സഡ് ലെങ്തിനകത്ത് നമുക്ക് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എഴുതാം. 1, 2, 3, 4, 5, 6 എക്സെട്ര ഇങ്ങനെ പോകും. ഇങ്ങോട്ട് -1, -2, -3, -4 എക്സെട്ര ഇങ്ങോട്ടും പോകും. ഇതിന്റെ ഇടയ്ക്ക് 1/2 ഹാഫ് എന്ന് പറയുന്ന നേരത്ത് 0ക്കും 1നും ഇടയ്ക്കുള്ള മധ്യബിന്ദു, അത് 1/2 എന്ന് പറയുന്ന റിയൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ √2 റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. √2 എന്ന് പറയുന്ന നേരത്ത് എന്താണ്? √2 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് 0 to 1 എന്ന് പറയുന്ന ലെങ്തിൽ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് മുകളിലോട്ട് ഒരു 1 എടുക്കുക. ഈ വണ്ണം ഇത് 1 ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ലെങ്ത് √2 ആയിരിക്കും. ഈ കാണുന്ന ലെങ്ത് √2 നമ്മൾ എന്ത് ചെയ്യുക? കോമ്പസിൽ എടുക്കുക. കോമ്പസിൽ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? വരയ്ക്കുമ്പോൾ അത് വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതായിരിക്കും √2നെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. സോ എവരി റാഷണൽ ആസ് വെൽ ആസ് ഇറാഷണൽ. റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? ഈ നമ്പർ ലൈനകത്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ നോക്കും. അപ്പം റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ദ പോയിന്റ്സ് ഓൺ എ നമ്പർ ലൈൻ. അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെയും പഠിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നമ്പർ സിസ്റ്റം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ റിയൽ നമ്പേഴ്സ്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമുക്കിവിടെ എഴുതിയിരിക്കുന്ന നമ്പർ സിസ്റ്റത്തിനകത്ത് നമ്മൾ എല്ലാ നമ്പർ സിസ്റ്റംസും ഞാൻ ഒന്നുകൂടി എഴുതുകയാണ്. ഒന്നുകൂടി എഴുതുകയാണ്. ആദ്യം നമ്മൾ പഠിച്ചത് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ഡിനോട്ട് ചെയ്തത് n എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തു. രണ്ടാമത് ഹോൾ നമ്പേഴ്സ്, അതിനെ നമ്മൾ W കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഓക്കെ, മൂന്നാമതെന്ന് പറയുന്നത് ഇൻഡിജേഴ്സ്, നമ്മളതിനെ Z കൊണ്ട് ഡിനോട്ട് ചെയ്തു. നാലാമതെന്ന് പറയുന്നത് നമ്മുടെ റാഷണൽ നമ്പേഴ്സ്, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Q എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. റാഷണൽ നമ്പേഴ്സ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Q ആണ്. ഇനി അഞ്ചാമതെന്ന് പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് T എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ആറാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് റിയൽ നമ്പേഴ്സ്, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് R എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്? ഹോൾ നമ്പേഴ്സിനകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഹോൾ നമ്പേഴ്സുകളെല്ലാം എവിടെയുണ്ട്? ഇൻഡിജേഴ്സിനകത്തുണ്ട്. ഇൻഡിജേഴ്സുകളെല്ലാം എവിടെയുണ്ട്? റാഷണൽ നമ്പേഴ്സിനകത്തുണ്ട്.
ഇനി ഈ റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത നമ്പറുകളാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ആരെന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എല്ലാം എവിടെയുണ്ട്? റിയൽ നമ്പേഴ്സിനകത്തുണ്ട്. ഇറാഷണൽ നമ്പേഴ്സ് എല്ലാം എവിടെയുണ്ട്? റിയൽ നമ്പേഴ്സിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള നമ്പർ സിസ്റ്റംസ് എന്ന് പറയാം.